പാർലമെന്റിൽ തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ച് BBG റാംജി ബില്ല് പാസാക്കിയ ദിവസം അത് കഴിഞ്ഞ് നേരെ പ്രധാനമന്ത്രി മോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടുകയും തൊഴിലുറപ്പിന്റെ കഥ കഴിക്കുകയും ചെയ്തിട്ട് ഒന്നിച്ച് ചായ കുടിച്ച് ആഘോഷിച്ചവരാണ് മോദിയും പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധിയാണെങ്കിൽ ജർമ്മനിയിൽ ഉല്ലാസയാത്രയിലായിരുന്നു സർ. ജർമ്മനിയിലെ ഏറ്റവും പുതിയ ബൈക്ക് ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു രാഹുൽ ഗാന്ധി സാർ. അതുകൊണ്ട് ചോദ്യകർത്താവ് ഉന്നയിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിനെ അട്ടിമറിക്കുമ്പോൾ സംസ്ഥാനം ആ തൊഴിലുറപ്പ് പദ്ധതിയെ മുന്നോട്ട് നയിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഈ വർഷത്തെ ബജറ്റിൽ 1000 കോടി രൂപ അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമാണ് സാർ. 60-40 എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ചെലവിന്റെ ഘടന മാറ്റിയിരിക്കുകയാണ്. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നത് ഇനി മുതൽ 60% കേന്ദ്രത്തിന്റെ വിഹിതം കുറയ്ക്കും. ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. LDF ഗവൺമെന്റാണ് സർ തൊഴിലുറപ്പ് ക്ഷേമനിധി ഏർപ്പെടുത്തിയത് സർ. ആ ക്ഷേമനിധി പ്രകാരം അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് മാത്രമല്ല ആനുകൂല്യം, തൊഴിലെടുക്കുന്നവർക്ക് പ്രസവാനുകൂല്യമുണ്ട്, അവരുടെ മക്കൾക്ക് പ്രസവാനുകൂല്യമുണ്ട്, വിദ്യാഭ്യാസാനുകൂല്യമുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് തൊഴിലുറപ്പ് ക്ഷേമനിധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്നത് സർ. കേന്ദ്ര ഗവൺമെന്റ് അത് മുഴുവൻ ഇപ്പോ അട്ടിമറിക്കുന്ന നിലയിലേക്കാണ് പോകുന്നത്. അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്.